പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളെ ഒന്നിച്ച് ചേർത്ത് വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ വരയ്ക്കുന്ന ചിത്രം ക്ലിയർ ഇല്ല എങ്കിൽ അതിനെ എങ്ങനെ ശരിയാക്കാമെന്നുമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഫോട്ടോയിൽ നിന്ന് ഒന്നാമത്തെ ഫോട്ടോയിലെ ബോയുടെ ഫോട്ടോയും രണ്ടാമത്തെ ഫോട്ടോയിലെ ഗേളിൻ്റെ ഫോട്ടോയുമാണ് നമുക്കിപ്പോൾ ഒന്നിച്ച് ചേർക്കേണ്ടത്. ഇപ്പോൾ സിമ്പിളായിട്ട് ചേർത്താൽ മതിയായിരുന്നുവെങ്കിൽ ആദ്യത്തെ ആ ഒരു ബോയുടെ ഫോട്ടോ നമുക്ക് രണ്ടാമതിരിക്കുന്ന ഫോട്ടോയുടെ ഫേസിലേക്ക് പ്ലേസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷേ നമ്മുടെ കസ്റ്റമർ നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഗേള് ബോയിനെ ഹഗ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ഫോട്ടോയും എനിക്ക് ആ ഒരു കസ്റ്റമർ തന്നെ ഷെയർ ചെയ്തു തന്നു. അതിന് പുറമെയായി ഗേളിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ബോയുടെ ഡ്രസ്സ് ഒരു ബനിയൻ ടൈപ്പ് ഡ്രസ്സും ആഡ് ചെയ്യാൻ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഇതുപോലത്തെ കണ്ടീഷൻസ് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഫോട്ടോയുടെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു ലുക്കും അനുസരിച്ചായിരിക്കും നമുക്കിതുപോലത്തെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നോക്കുക, ബോയുടെ ഒരു ഫോട്ടോ സ്ട്രൈറ്റ് വ്യൂ തന്നെയാണ്, ഗേളിൻ്റെ ഫോട്ടോ ഒരു 3/4 വ്യൂ തന്നെയാണ്, അതൊരു സൈഡ് പോസുമാണ്. ജസ്റ്റ് മിറർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റെഫറൻസ് ഫോട്ടോയിലെ അതേ പൊസിഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഇനി എങ്ങനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും എൻഹാൻസ് ചെയ്താൽ നമ്മൾ ചിത്രത്തെ വരയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടതെന്നും അത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ തീർച്ചയായും കണ്ടതിന് ശേഷം മാത്രം ഇത് ബാക്കി ചെയ്യാൻ നോക്കുക. അല്ല എങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രവും നിങ്ങളുടെ ഒറിജിനൽ ചിത്രവുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. എഡിറ്റ് ചെയ്യാനായി ഞാൻ ഉപയോഗിക്കുന്നത് പിക്സാർട്ടാണ്. പിക്സാർട്ടിലേക്ക് കയറിയതിന് ശേഷം എഡിറ്റ് ഫോട്ടോ കൊടുത്ത് നമുക്ക് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതല്ല എങ്കിൽ ഗാലറിയിലേക്ക് കയറി നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് പിക്സാർട്ടിലേക്ക് വന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഇപ്പോൾ നമ്മുടെ ആ ഒരു ബോയുടെ ഫോട്ടോ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ പേഴ്സൺ സെലക്ട് ചെയ്തും ഫേസ് സെലക്ട് ചെയ്തൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്ലിയർ ഇല്ലാത്ത പിക്ചേഴ്സ് ആണെങ്കിൽ ക്ലിയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടില്ല. ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മാനുവലായിട്ട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാസ്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മാസ്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നാൽ നമുക്കതിനെ എറേസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിക്സാർട്ട് യൂസ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. എന്തായാലും നമ്മുടെ രണ്ട് ഫോട്ടോസും ഇതുപോലെ ഒന്ന് സൈഡ്സൊക്കെ ക്ലിയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മുടെ ഫോട്ടോയുടെ ഹെയറിൻ്റെ സൈഡുകളൊന്നും ക്ലിയറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് അധികം ഏരിയ കവർ ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്കതിനെ ആ ഒരു ഫോട്ടോയിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എറേസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഫോട്ടോയെ നമുക്കിപ്പോൾ ഒന്ന് മിറർ ചെയ്യേണ്ടതുണ്ട്. അതായത് നേരെ തിരിച്ച് വയ്ക്കാനുണ്ട്. അതിനായിട്ട് ടൂൾസിലേക്ക് പോയതിന് ശേഷം അവിടെ ക്രോപ്പിലേക്ക് കയറി നമുക്ക് റൊട്ടേഷൻ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ചിത്രത്തിൽ നേരെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് മാച്ച് ആകുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോയെ കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഫോട്ടോയെ സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കേണ്ട ആ ഒരു ഒറിജിനൽ ഫോട്ടോ, അതായത് ആ ഒരു ബോഡിയുടെ ഫോട്ടോയെ സെലക്ട് ചെയ്യുക. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പാർട്സ് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. അതിലേക്ക് ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന രണ്ട് ഫോട്ടോസും ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക. അടുത്തതായി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കുറച്ച് കോമൺ സെൻസ് കൂടെ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബോഡി അനുസരിച്ചാണ് നമ്മുടെ ഫേസ് ഫിറ്റ് ആക്കേണ്ടത്. ഇപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു ബോയുടെ ഫോട്ടോ തന്നെ എടുക്കാം. അതിൻ്റെ ഒരു കപ്പാസിറ്റി അല്പം കുറയ്ക്കുക. അതിൻ്റെ രണ്ടുപേരുടെയും കണ്ണ്, അതായത് നമ്മുടെ ആ ഒരു ഒറിജിനൽ ഫോട്ടോയുടെയും നമ്മുടെ റെഫറൻസ് ഫോട്ടോയുടെയും കണ്ണുകൾ സെയിം ആയിട്ട് വരുന്ന രീതിക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുക. ഇത് എല്ലാ സാഹചര്യത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായി എന്ന് വരത്തില്ല. കാരണം നമ്മുടെ ഒരു ഗേളിൻ്റെ ഫോട്ടോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഗേളിൻ്റെ പൊസിഷനും ആ ഒരു ഫേസിങ് അല്പം വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ നമുക്കത് ചേർന്ന രീതിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഫേസിൻ്റെ സ്ട്രക്ചർ ഒരുപാട് തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിനെ പ്രൊപ്പോർഷൻ എന്നും അംശബന്ധം എന്നൊക്കെ പറയും. എന്തായാലും അത് നമുക്കൊരു ഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നോക്കുക. എന്തായാലും നമ്മളിപ്പോൾ മലയാളികളുടെ ഫോട്ടോ ആയിരിക്കുമല്ലോ കൂടുതലും വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടാത്ത പാർട്സൊക്കെ എറേസ് ചെയ്ത് മാറ്റി അതിനെ ഫിറ്റാക്കി എടുക്കാവുന്നതാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഗേളിൻ്റെ ഫോട്ടോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗേളിൻ്റെ ആ ഒരു ഫേസിങ്ങിലും അതുപോലെ തന്നെ ആ ഒരു
പൊസിഷനിങ്ങിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഫേസിലേക്ക് നമ്മുടെ ആ ഒരു ഗേളിൻ്റെ ഫേസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കാരണം നെക്കിൻ്റെ പോർഷനാണ് പ്രധാനമായിട്ടും നമുക്ക് മിസ്റ്റേക്കായിട്ട് വരുന്നത്. ആ നെക്ക് നമുക്ക് ഇവിടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആ ഒരു ചേർക്കേണ്ട ഫോട്ടോയിലേക്ക് നെക്കിൻ്റെ പോർഷൻ കാണുന്നില്ല. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ചേർക്കേണ്ടതുള്ളത് കൊണ്ടും അവിടെ കുറച്ച് ഗ്യാപ്പ് ബോഡിയുടെ, അതായത് നമ്മുടെ ബോഡി ടോണിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പും കൊടുക്കേണ്ടതുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഹെയറിൻ്റെ പോർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലോജിക്ക് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് സൈഡൊന്നും ക്ലിയറായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഹെയറിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണോ അതിനനുസരിച്ച് സൈഡ്സൊക്കെ ഒന്ന് റൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അവിടെ എന്തായാലും ഗേളിൻ്റെ ഫേസ് ഒന്ന് പൊസിഷൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ഫൈനലായിട്ട് വരുന്നൊരു ഔട്ട്പുട്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രസ്സ് എന്തായാലും കട്ട് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചേർക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ഒരുപാട് ടഫാണ്. കാരണം അത്രയും ക്ലിയറായിട്ടുള്ള പൊസിഷനിലുള്ള ഡ്രസ്സാണ് നമുക്കൊന്ന് ആഡ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു ലൈറ്റിങ്ങും ഡാർക്കിങ്ങും അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് മാത്രം വെച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്കില്ലനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റുന്നത്. ആ ഒരു ലൈറ്റിങ്ങും ഡാർക്കിങ്ങുമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഫോട്ടോ ഞാൻ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ആ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് മാറ്റിയിട്ട് ഹാഫ് സ്ലീവിൻ്റെ ഒരു ബനിയൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഷെയ്ഡിങ്ങിലൂടെയാണ് ക്ലിയറായിട്ട് വരുന്നത്. നമ്മുടെ ആ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമാണ് തിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഗേളിൻ്റെ ഹാൻഡ് ചെറുതാക്കുന്ന കാര്യം പറയുന്നു. ഹാൻഡ് ഞാൻ അല്പം ചെറുതാക്കിയിട്ടുണ്ട്. അതുപോലെ ഗേളിൻ്റെ ഡ്രസ്സും ഞാൻ ഇപ്പോൾ മാറ്റി വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിംഗേഴ്സിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു ബനിയൻ ടൈപ്പ് മാറ്റിയപ്പോഴത്തേക്കും എനിക്കത് കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് പൊസിഷൻ ആക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഫിംഗറിലും ചെറിയ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇതൊന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. നിങ്ങളിപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു ഐഡിയയാണ് നമ്മളിപ്പോൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക. അതാകുമ്പോൾ എന്ത് മിസ്റ്റേക്ക് വന്നാലും നമുക്ക് എളുപ്പം തന്നെ തിരുത്താൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ആ ഒരു ചിത്രത്തെ ഷെയ്ഡിങ്ങിലേക്ക് കൊണ്ടുപോവുക. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ബോഡി പാർട്സിനും വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് തന്നെ പോവുക. കാരണം നമ്മുടെ ഈ ഒരു ചിത്രം വളരെ ക്ലിയർ അല്ല. നമ്മളിപ്പോൾ എൻഹാൻസ് ചെയ്താലും ചിലപ്പോൾ ഡീറ്റെയിൽസിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലോ കുറവോ ആയിരിക്കാം. എന്നാലും മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ആ ഒരു ഷെയ്ഡിങ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിത്രം വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. എന്തായാലും ഞാൻ ഇതേ ഒരു ചിത്രം വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കസ്റ്റമർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.